ഹലോ ഗൈസ്, അപ്പൊ ഇന്ന ക്രാഫ്റ്റ് വീഡിയോ ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങളില്ല. ഇപ്പൊ നൈറ്റ് റുട്ടീൻ ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കാരണം, നമ്മള് കുറച്ച് ദിവസമായി അടുപ്പിച്ച് നൈറ്റ് റുട്ടീൻ ചെയ്യണത്. അപ്പൊ അതും ചെയ്യണില്ല. ഇന്നലെ നമ്മള് ഗുരുവായൂർക്ക് പോയിട്ടുണ്ടായിരുന്നു, അത് എടുത്തു. അപ്പൊ ചേട്ടനൊക്കെ ഇട്ടെന്ന് പറഞ്ഞില്ലേ, അത് ഏറ്റവും കൂടുതൽ കോമഡിയാണ്. ഞാൻ ഇപ്പൊ ഇതിങ്ങനെ പിടിച്ചെടുത്ത് കാര്യമാക്കണ്ട. അപ്പൊ ഞാനൊരു കഥ പറയാൻ പോവാണ്. എനിക്ക് 2ാം ക്ലാസ് മുതലുണ്ടായിരുന്ന ഒരു അനുഭവമാണ് കേട്ടോ. നമുക്കിപ്പോ തുടങ്ങിയാലോ. അപ്പോഴന്നെ പോടും അപ്പോഴന്നെ നമുക്ക് നൈറ്റ് റുട്ടീൻ കൂടി ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഫോണൊന്ന് മറിച്ചിടണം. റെഡി 1 2 3 ആൻഡ് ഗോ. സ്ഥിരം സ്ഥലത്തേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ രാത്രി നമ്മളിതാ മേക്കപ്പ് ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ റുട്ടീൻ. അപ്പൊ നമ്മള് രാത്രിയൊക്കെ സൺസ്ക്രീമൊക്കെ ഇട്ടു കേട്ടോ. നമുക്കൊന്ന് പുറം ലോകം കണ്ടിട്ട് വരാം. എന്നാ അങ്ങനെ പുറം ലോകം ആകാശത്തിന് അങ്ങനെ ഒന്നും കാണാനില്ല കേട്ടോ, വെറുതെ ഇരുട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഉള്ളിലൊക്കെ അടിച്ച് പുറം ലോകമൊക്കെ കാണിച്ചു. ഇനി നമുക്ക് സൺസ്ക്രീം ഉണ്ടാക്കിയാലും. ഇപ്പൊ ഫുള്ള് പിന്നെ മഴക്കാലമായിക്കൊണ്ട് ഇപ്പൊ അങ്ങനെ സൺസ്ക്രീമൊന്നും ആവശ്യമില്ല. ഓക്കെ, എന്നാലും നമ്മൾ ഇതാക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇടണ സൺസ്ക്രീം മാമാഅർത്തിൻ്റെയാണ്. അപ്പം നമുക്ക് കഥ അടങ്ങിയാലോ, അപ്പോഴേക്കും നമുക്ക് തേച്ചൊക്കെ കഴിയാം. അപ്പം ഞാൻ ആദ്യം 2ാമത്തെ സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ, ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കലോത്സവത്തിന് ചേർന്നൊന്നുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചറോട് പറഞ്ഞു ഞാൻ ഭരതനാട്യമാണ് അങ്ങനെയാണെന്ന്. എന്നിട്ട് പേരൊക്കെ കൊടുത്തു കേട്ടോ. എന്നിട്ട് ടീച്ചർ രാത്രി ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ വിളിച്ചു ചോദിക്കുകയാണ് അമ്മോട്, എന്തെന്ന് മോള് ഭരതനാട്യത്തിന് ചേർന്നുണ്ട്, അപ്പോൾ അവളിങ്ങനെ ഭരതനാട്യം പഠിക്കുന്നുണ്ടോ അങ്ങനെയെന്ന്. അപ്പം അമ്മ പറഞ്ഞു ഇല്ല, അപ്പം മോൾക്ക് കളർ പെൻസിൽ ഡ്രോയിങ്ങിന് കൊടുക്കുന്നുണ്ട് അങ്ങനെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. നമുക്ക് അടുത്തേക്ക് കിടക്കാം. അപ്പോഴേക്ക് തന്നെ അടുത്ത വരും പറഞ്ഞു. അത് അടുത്ത ലെവലിൽ വന്നു. അടുത്ത ലെവലിലിടാ നമ്മളത് പൊട്ടാണ് ഇട്ടെടുക്കണേ. ഇങ്ങനെ കാണിച്ചു ആക്കി. പിന്നെ ഞാൻ 3ാം ക്ലാസ്സിലെത്തിയപ്പോൾ അങ്ങനെ ഒന്നിനും ചേർന്നില്ല. പിന്നെ 4ാം ക്ലാസ്സിലെത്തി. 4ാം ക്ലാസ്സിൽ നല്ലവണ്ണം ഞാൻ ചാർട്ടൊക്കെ വരയ്ക്കുന്നു. ചാർട്ടിലേക്ക് അങ്ങനെ ഗ്രീസ് മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോഴൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പം അതിൽ ടീച്ചർ ഡ്രോയിങ് പെൻസിലിൽ ഇതാക്കി. അതിൽ ഞാൻ ചേർന്നുണ്ടായിരുന്നില്ല. 2ാം ക്ലാസ്സിലും എൻ്റെ അത് ഇതായിപ്പോയി. ഞാൻ വരുന്നതിന് മുമ്പ് അത് തീർന്നു. 4ാം ക്ലാസ്സിൽ അത് തന്നെയായിരുന്നു. ഇപ്പം അതാ 5ാം ക്ലാസ്സിൽ ഭരതനാട്യം പഠിക്കാൻ പോവാണ്, ഭരതനാട്യം കളിക്കാൻ പോവാണ്. ഇനി അടുത്ത സെക്ഷൻ. ഓക്കെ, നമ്മൾ സ്പ്രേ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ. അപ്പം നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. ഓക്കെ, ബൈ.